ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാത്മീകി കോകിലം. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. പ്രിയ കുടുംബാംഗങ്ങളെ, രാമായണ യാത്ര എന്ന നമ്മുടെ ഈ രാമായണ പഠനത്തിൻ്റെ 36ാമത്തെ ഭാഗമാണ് നമുക്കിന്നിവിടെ മനനം ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇവിടെ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ നിർത്തിയിരിക്കുന്നത് വനയാത്രയ്ക്ക് തയ്യാറായി എല്ലാവരെയും കണ്ട് അനുഗ്രഹം വാങ്ങിച്ച് നീങ്ങുന്ന ഈ രാമലക്ഷ്മണന്മാരുടെ അരികിലേക്ക് ആ നാട്ടിലുള്ള പൗരജനങ്ങൾ മുഴുവൻ തന്നെ അങ്ങോട്ട് ഒഴുകിയെത്തുകയാണ്. അവരെല്ലാവരും ഈ രാമനോടൊപ്പം വനത്തിലേക്ക് പോകാൻ മാനസികമായി തയ്യാറെടുത്തിരിക്കുന്നു. പലരും ദശരഥനോടും കൈകേയിയോടും അമർഷം പ്രകടിപ്പിക്കുന്നു. ഈ അവസരത്തിൽ അവിടെ വാമദേവൻ എന്ന് പറയുന്ന ഈ ദശരഥൻ്റെ ഗുരു, മറ്റുള്ള ഗുരുവായിട്ടുള്ള സന്യാസി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീരാമൻ ആരാണ്, എന്താണ് എന്നുള്ളത്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ഭാഗം നിർത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ ദശരഥന് ഗുരു എന്ന് പറയുന്നത് വസിഷ്ഠനല്ലേ, മറ്റും പലരും ഉണ്ടോ അങ്ങനെ ഗുരുവായിട്ട് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഈ ദശരഥന് 8 മന്ത്രിമാരും അതുപോലെ തന്നെ 8 പുരോഹിതന്മാരും ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. മന്ത്രിമാരിൽ പ്രമുഖനായിട്ടുള്ളത് സുമീന്ദ്രനും അതുപോലെ ഗുരുക്കന്മാരിൽ പ്രധാനിയായിട്ടുള്ളത് വസിഷ്ഠനുമാണ്. വസിഷ്ഠൻ യഥാർത്ഥത്തിൽ കുലഗുരു തന്നെയാണ്, ആ സൂര്യവംശത്തിൻ്റെ മൊത്തത്തിലുള്ള കുലഗുരുവാണ്. എന്നാൽ മറ്റുള്ളവർ കാലാകാലങ്ങളായിട്ട് ഉപദേശത്തിനായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ദശരഥൻ്റെ മന്ത്രിമാരുടെ പേര് ഞാനിവിടെ പറയാം. എന്തുകൊണ്ടെന്നാൽ നമ്മൾക്കിത് പല അവസരങ്ങളിലും ഉപയോഗിക്കേണ്ടതായതുകൊണ്ട് തന്നെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ ദശരഥൻ്റെ ഗുരുക്കന്മാർ 8 ഗുരുക്കന്മാരുണ്ടെന്ന് പറഞ്ഞു, അവരുടെ പേരും കൂടി ഞാനിവിടെ പറയാം. അപ്പോഴാണ് നമുക്കത് ആ ഒരു ഭാഗം പൂർണ്ണമാകുന്നത്. ഈ 8 മന്ത്രിമാരെന്ന് പറയുന്നത് ദൃഷ്ടി, ജയന്തൻ, വിജയൻ, സുരാഷ്ട്രൻ, രാഷ്ട്രവർദ്ധനൻ, അകോപൻ, ധർമ്മപാലൻ, സുമീന്ദ്രൻ. ഇതാണ് 8 മന്ത്രിമാർ. ഈ 8 മന്ത്രിമാരുടെയും നല്ല അത്രയും ശ്രേഷ്ഠന്മാരായ ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ട് മന്ത്രിമാരാക്കുക. അവരെല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണെങ്കിലും സുമീന്ദ്രരെയാണ് കൂടുതൽ ഇവരായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മന്ത്രി മുഖ്യനായിട്ട് കണക്കാക്കിയത് സുമീന്ദ്രരെയാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഗുരുക്കന്മാരായിട്ട് അന്ന് കണ്ടിട്ടുള്ളത് പുരോഹിതന്മാരായിട്ട് ഉപദേശം സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, മന്ത്രിമാരുടെ ഉപദേശമല്ല സ്വീകരിക്കുക, അവരുടെ ആജ്ഞ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഭാഗങ്ങളിൽ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം ഗുരുക്കന്മാരോട് പുരോഹിതന്മാരോട് ചർച്ച ചെയ്യും. ഒരാളല്ല, 8 പേരുമായിട്ട് ചർച്ച ചെയ്ത് ഏറ്റവും അവസാനം വസിഷ്ഠൻ്റെ തീരുമാനപ്രകാരം മറ്റുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അതിൽ ഈ 8 ആൾക്കാരെന്ന് പറയുന്നതിൽ പ്രധാനി വസിഷ്ഠനാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ വാമദേവനാണ് മറ്റൊന്ന്. ഇത് കൂടാതെ സുയജ്ഞൻ എന്ന് പറയുന്നതും ജാഭാലി എന്ന് പറയുന്നതും കാശ്യപൻ എന്ന് പറയുന്നതും ഗൗതമൻ എന്ന് പറയുന്നതും ദീർഘായുസ്സും മാർക്കാണ്ഡേയനും, ഇത്രയും ആൾക്കാരാണ് ഈ ദശരഥൻ്റെ ഗുരുക്കന്മാരായിട്ട് അല്ലെങ്കിൽ പുരോഹിതന്മാരായിട്ട് ഉണ്ടായിരുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി അതിൽ പ്രധാനിയായിട്ടുള്ള ഒരാളാണല്ലോ വാമദേവൻ. ആ വാമദേവൻ ആ പുരവാസികളോട് എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. രാമനെ ചിന്തിച്ചു ദുഃഖി കൈകാരുമേ, കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളത് ചൊല്ലുന്നതുണ്ടു ഞാൻ, ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെ വരും.
രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു, താമര സാക്ഷനാമാദിനാരായണൻ, ലക്ഷ്മണനായ ധനന്തൻ ജനകജ, ലക്ഷ്മി ഭഗവതി ലോകമായ പരാ. മായാഗുണങ്ങളെ താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ. രാജസമായ ഗുണത്തോടുകൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി. ഭക്തപരായണൻ വിഷ്ണു രൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചുകൊള്ളുന്നതീശ്വരൻ. ആദ്യൻ അജൻ പരമാത്മാവു സാദരം. രുദ്രഭേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈഭവസ്വതമനു ഭക്തിപ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു. വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കിക്കൊടുത്തിരി രാഘവൻ. പാദോദിതി മദനെ പണ്ടുമന്തരം പാതാളലോകം പ്രവേശിച്ചതു നേരം. നിഷ്ഠൂരമായൊരു കൂർമാകൃതി പൂണ്ട് പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ. ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു ദൃഷ്ടിയായി തേറ്റമൽക്ഷോണിയെ പൊങ്ങിച്ചു. കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപൂരുഷനാകുമീ രാഘവൻ. നിർഹ്ലാദമോടും നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായൊരു ഹിരണ്യകശിപ്പുതൻ ഭക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മിപരനിവൻ. പുത്രലാഭാർത്ഥം അതിഥിയും ഭക്തി പൂണ്ടർത്തിച്ചു സാദരമർച്ചിക്ക കാരണം എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതി. ഭക്തനായൊരു മഹാബലിയോടു ചെന്നർത്തിച്ചു മൂന്നടിയാക്കി ജഗത്രയം. സത്വരം വാങ്ങി മരുത്തനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനും ഇവൻ. ധാത്രി സുരദ്വേഷികളായി ജനിച്ചൊരു ധാത്രി പതികുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവൻ നാമിവൻ. ധാത്രിയിലിപ്പോൾ ദശരഥപുത്രനായി ധാത്രീസുധപരനായി പിറന്നിടിനാൻ. രാത്രിഞ്ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രിഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ. ആദ്യൻ അജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാതെ വേദാന്തവേദ്യൻ പരൻ. നാരായണൻ പുരുഷോത്തമൻ ഔവ്വയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ. രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിനു ദേവാഹിതാർത്ഥം ഗമിക്കുന്നിതിന്നതിൽ കാരണം മന്ദരയല്ല കൈകേയി എല്ലാരും ഭ്രമിക്കായിക രാജാവുമല്ലല്ലോ. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായ ദേവി ജനകജ സൃഷ്ടിസ്ഥിതിലയകാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ. ഇന്നലെ നാരദൻ വന്നു ചെന്നാനവൻ തന്നോടു രാഘവൻ താനും അരുൾ ചെയ്തു. നക്തഞ്ചരന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതു മൂലം ഗമിക്കുന്നു രാഘവൻ. ഇന്നു വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിക്കൈകാരുമേ. രാമരാമേതി ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യനു മൃത്യുപയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേയല്ല.
കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതു നിർണയം. ദുഃഖസൗഖ്യാദി വികൽപ്പങ്ങളല്ലാതെ നിഷ്കളൻ നിർഗുണാനാത്മാരഘുത്തമൻ നൂനാതിരേകേ വിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണനാനന്ദനാനാകുലൻ. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ എങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു? ഭക്തജനനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നിടിനാൻ ഭൂതലേ. പങ്ക്തിരഥാഭിഷ്ട സിദ്ധാർത്ഥമായി വന്നു പങ്ക്തി കണ്ടൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചിടിനാൻ ബാലിശമാരെ മനുഷ്യനായീശ്വരൻ. രാമാഭിഷയമീ വണ്ണം അരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാരേവരും. രാമസീതാരഹസ്യം മുഹുരീദൃശം ആമോദപൂർവം ധ്യാനിപ്പവർക്കല്ല. രാമദേവങ്കലുറച്ചൊരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കുമേവനും. ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു. താപവും തീർന്നിതു പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി. നോക്കൂ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ വാമദേവൻ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. എന്താ അവതരിപ്പിച്ചിരിക്കുന്നത്? ആരാണ് ശ്രീരാമൻ? ഈ കാര്യം അവിടെ സാധാരണക്കാർക്കും ആർക്കും അറിയില്ല. ശ്രീരാമൻ അവിടുത്തെ രാജകുമാരനാണെന്ന് എല്ലാവർക്കും അറിയാം. അവരോട് എല്ലാവർക്കും എന്തെന്നില്ലാത്തൊരു പ്രേമമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പ്രേമമാണ്. പക്ഷേ ആ രാമൻ നമ്മെ വിട്ടുപോകും എന്നറിയുമ്പോൾ ആർക്കും ഒരു വിഷമമുണ്ടാവും. ആ വിഷമമാണ് അവരുടെ രോഷമായി അവിടെ പൊട്ടിയൊഴുകുന്നത്. അവർ കൈകേയിയെ കുറ്റപ്പെടുത്തുന്നു, ദശരഥനെ കുറ്റപ്പെടുത്തുന്നു, മന്ധരയെ കുറ്റപ്പെടുത്തുന്നു. ഈ കുറ്റപ്പെടുത്തലൊക്കെ അതിഗംഭീരമായി പോകും. ചിലപ്പോൾ അക്രമസക്തരാകാം എന്ന് വരെ ഘട്ടത്തിലേക്ക് ജനങ്ങൾ എത്തുന്നു എന്നർത്ഥം. കാരണം പ്രിയപ്പെട്ട രാമനെ ഒരു കാരണവുമില്ലാതെ ആ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുന്നത് 14 വർഷമാണ്. 14 വർഷം നാട് വിട്ടു പോകേണ്ടി വന്നാൽ പിന്നെ ഇവിടെ ഒരവകാശം ഉണ്ടാകില്ല എന്ന് ഏതൊരാൾക്കും അന്നത്തെ ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ രാമനെ എന്നേക്കുമായി അയോധ്യയിൽ നിന്ന് തുടച്ചു നീക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആ അവസരത്തിൽ ജനങ്ങളിൽ രോഷം അണപൊട്ടുന്നു. ആ അണപൊട്ടുന്ന അവസരത്തിൽ അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടുത്തെ ഗുരുശ്രേഷ്ഠനായിട്ടുള്ള വാമദേവൻ അവിടെ ഇപ്രകാരം പറയുന്നത്: രാമനെ ചിന്തിച്ചു ദുഃഖിക്കൈകാരുമേ കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളത് ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനേവരും. ഗുരുവിൻ്റെ വാക്കുകൾ എല്ലാവർക്കും അമൃതിന് തുല്യ. അതുകൊണ്ട് തന്നെയാണ് ആ ഗുരുക്കന്മാരെ ശ്രേഷ്ഠന്മാരായ ആൾക്കാർ, കാരണം ബ്രഹ്മത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തിൽ ഗുരുക്കന്മാർ. അവരാണ് യഥാർത്ഥത്തിൽ ബ്രാഹ്മണന്മാർ, അല്ലാതെ പൂണൂലിട്ടവനല്ല എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഈ അവസരത്തിൽ ദശരഥന് പൂണൂലുണ്ട്, ശ്രീരാമന് പൂണൂലുണ്ട്. അവിടെയുള്ള അവിടെ നാട്ടിലെ വൈശ്യനും എല്ലാവർക്കും ഏതൊക്കെ വിധത്തിലുള്ളതാണ് പൂണൂൽ എന്നൊക്കെ വളരെ കൃത്യമായിട്ട് മനുസ്മൃതിയിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ പൂണൂലില്ലവരല്ല ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ഇവിടെ യഥാർത്ഥത്തിലൊരു ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ആ ബ്രഹ്മത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നതാണ്. ഇവിടെ നമ്മുടെ ആ വാമദേവനായിട്ടുള്ള സന്യാസി ശ്രേഷ്ഠൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ നിങ്ങളിങ്ങനെ ദുഃഖിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം നിങ്ങൾ രാമനെക്കുറിച്ചാണ് ദുഃഖിക്കുന്നത്. പക്ഷേ രാമൻ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ജാനകി ആരാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കിയിട്ട് ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ എന്ന് പറയുന്നു. കാരണം രോഷകുലരായി നിൽക്കുന്ന ജനങ്ങളാണ്. അവിടെയാണ് സ്വാന്തന വാക്കുമായിട്ട് വാമദേവൻ കടന്നു വരുന്നത്. രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു. രാമൻ ആരാ? സാക്ഷാൽ മഹാവിഷ്ണുവാണ്.
അവൻ ആദ്യ നാരായണനാണ്. അവൻ്റെ ഒന്നിച്ചുള്ളത് ലക്ഷ്മണനത് സാക്ഷാൽ അനന്തനാണ്. സീതയാരാണ്? ലോകമായയായിട്ടുള്ള ദേവിയായിട്ടുള്ള ആ മഹാലക്ഷ്മിയാണ് സീത. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ ഒരു ഭാഗം എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ മാത്രമേ കാണാൻ കഴിയൂ. വാൽമീകി രാമായണത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ എഴുത്തച്ഛൻ സാക്ഷാൽ ശ്രീരാമനെക്കുറിച്ച് ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് എന്ന് സമർത്ഥിക്കുന്ന ഒരു ഭാഗമാണ് ഇത് എന്നർത്ഥം. മായാഗുണങ്ങളെ താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ രാജസമായ ഗുണത്തോടുകൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം. വളരെ കൃത്യമായിട്ട് പറയാണ്. അപ്പം അത്തരത്തിൽ ശ്രേഷ്ഠനായിട്ടുള്ള ആ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ രാമൻ്റെയും സീതയുടെയും തത്വം ഇവിടെ വിവരിച്ചു കൊടുക്കുകയാണ് വാമദേവൻ. ഇന്നും 10-40 വർഷക്കാലത്തോളം രാമായണം വായിച്ചിട്ടും മനസ്സിലാക്കാത്ത ഏറ്റവും വലിയൊരു തത്വം, രാമസീതാ തത്വം പറയുമ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. രാമായണം വെറുതെ വായിച്ച് പോകേണ്ടതല്ല, ഈ തത്വം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം പോകാനെന്നർത്ഥം. ഇവിടെ ശരിക്കും ഒരു വേദാന്ത തത്വം ഇവിടെ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ഒരു ചൈതന്യമുണ്ട്, അതിനാണ് പരമാത്മാവെന്ന് പറയുന്നത്. ആ പരമാത്മാവാണ് സാക്ഷാൽ ആദിനാരായണൻ മഹാവിഷ്ണു എന്നിവിടെ പറയുന്നു. അപ്പോൾ ആ പരമാത്മാവ് മായാഗുണങ്ങളെ സംബന്ധിച്ച് ഇവിടുത്തെ മായകൾക്കനുസരിച്ച് ഇവിടെ രാജസമായിട്ടുള്ള ഗുണത്തോട് കൂടിയിട്ട് ഒരു ദേവനായിട്ട് ജനിക്കുന്നു. ആരാ ജനിച്ചത്? ബ്രഹ്മദേവൻ. ആ ബ്രഹ്മദേവൻ രാജസമായ ഗുണത്തോടു കൂടി ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടി നടത്തുന്നു. ഇതെല്ലാം ആദിനാരായണൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ സൃഷ്ടി നടത്താൻ വേണ്ടി രാജസമായ ഗുണത്തോടു കൂടി ബ്രഹ്മദേവനായിട്ട് ഒരു രൂപം എടുത്തു. ഈ ലോകം മുഴുവൻ പരിപാലിക്കുന്നതിനായിട്ട് വിഷ്ണുവിൻ്റെ രൂപത്തിൽ മറ്റൊരു രൂപമെടുത്തു. എങ്ങനെ? സത്വഗുണത്തോടു കൂടിയിട്ട്. ഈ സത്വഗുണത്തോടു കൂടി വിഷ്ണു ലോകരക്ഷ നടത്തുമ്പോൾ തമോ ഗുണത്തിൽ രുദ്രന്റെ വേഷത്തിൽ വന്നതും ഈ നാരായണൻ തന്നെയാണ്. ഈ നാരായണൻ തന്നെയാണ് രുദ്രവേഷത്തിൽ വന്നത്. അപ്പോൾ ശിവനും വിഷ്ണുവും ബ്രഹ്മാവും എല്ലാം തന്നെ ആരാ? ആ നാരായണൻ തന്നെയാണ്. അതിലും വ്യത്യസ്തമായ രൂപം എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ഒരു ചൈതന്യമുണ്ട്, ഒരു എനർജിയുണ്ട്. ആ എനർജിക്ക് നമ്മൾ പരമാത്മാവെന്ന് പറയുന്നു, പരബ്രഹ്മം എന്ന് പറയുന്നു, ഈശ്വരൻ എന്ന് പറയുന്നു, ഭഗവാൻ എന്ന് പറയുന്നു. അതിനെ സാധാരണക്കാര് സാക്ഷാൽ ആദിനാരായണൻ അല്ലെങ്കിൽ മഹാവിഷ്ണു എന്ന് പറയുന്നു. ഈ മഹാവിഷ്ണു ഓരോ ഗുണത്തിനനുസരിച്ച് ഓരോ രൂപങ്ങളെടുത്തു. ഏതൊക്കെ? രജോ ഗുണത്തിനോടായിട്ട് ബ്രഹ്മനും, സത്വഗുണത്തിനായിട്ട് വിഷ്ണുവും, തമോ ഗുണമായിട്ട് രുദ്രൻ്റെയും വേഷമെടുത്ത് രുദ്രൻ്റെ സംഹാരകർമ്മം അവിടെ നടത്തുന്നു, പരിപാലന കർമ്മം വിഷ്ണു നടത്തുന്നു, സൃഷ്ടികർമ്മം ആര് നടത്തുന്നു? ബ്രഹ്മാവ് നടത്തുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഓരോ വേഷവും ഇവർ ധരിച്ചിരിക്കുന്ന എല്ലാം തന്നെ ആരാ? സാക്ഷാൽ നാരായണൻ തന്നെയാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് ആരംഭം മുതൽ പറയാണ്, വൈവവസ്ഥ മനുവിൻ്റെ പ്രാർത്ഥനയിൽ ഭക്തിയിൽ പ്രസന്നനായിട്ട് മത്സ്യമായിട്ട് അവതാരമെടുത്തതും ഈ പറയുന്ന ശ്രീരാമൻ തന്നെയാണ്. നമ്മൾക്കിപ്പോൾ ശ്രീരാമനെ മാത്രമേ അറിയൂ. പക്ഷേ ആ ശ്രീരാമൻ ഇതിനു മുമ്പും പല രൂപത്തിലും വന്നിട്ടുണ്ട്. അതിലൊന്നാണ് മത്സ്യാവതാരമായിട്ട് അല്ലെങ്കിൽ മത്സ്യമായിട്ട് വന്നത്. ഹയഗ്രീവൻ എന്ന് പറയുന്ന രാക്ഷസനെ വധിക്കാൻ വേണ്ടിയിട്ട് ഇതേ വിഷ്ണു മറ്റൊരു രൂപത്തിൽ വന്നിട്ടുണ്ട്. അത് വേദങ്ങൾ അപഹരിച്ചു കൊണ്ടുപോയിട്ടുള്ള അത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതും ഹയഗ്രീവൻ എന്ന പേരിലായിരുന്നു വന്നത്. അത് ഈ രാഘവൻ തന്നെയാണ്. മാത്രവുമല്ല, പാലാഴി മദനത്തിനിടയിൽ ആ മന്ദരപർവ്വതം താഴേക്ക് താഴ്ന്നപ്പോൾ അവിടെ ആമയുടെ രൂപത്തിൽ വന്ന് ആ മന്ദരത്തെ ഉയർത്തി കൊണ്ടുവന്നതും ഇതേ നാരായണനായിട്ടുള്ള രാഘവനാണ്. എന്ന് വെച്ചാൽ ഈ ശ്രീരാമൻ തന്നെയാണ്. ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന അസുരനെ കൊല്ലാൻ പന്നിയായി രൂപമെടുത്ത് വന്നതും ഇതേ രാഘവൻ തന്നെയാണ്. ഹിരണ്യകശിപ്പുവായിട്ട് ആ ഹിരണ്യാക്ഷന്റെ സഹോദരൻ
ഈ പ്രപഞ്ചത്തിൽ നാശം വിധിക്കുമ്പോൾ അവിടെ ഭക്തനായ പ്രഹ്ലാദനെ സംരക്ഷിക്കുന്നതിനായിട്ട് നരസിംഹത്തിൻ്റെ അവതാരത്തിൽ വന്നതും മറ്റാരുമല്ല, അതും ഈ നാരായണനായിട്ടുള്ള രാഘവൻ തന്നെയാണ്. ഇതേ ശ്രീരാമൻ തന്നെയാണ്. തീർന്നോ? പിന്നീട് അതിഥിയുടെ പുത്രനായിട്ട്, ഇന്ദ്രൻ്റെ അനുജനായിട്ട്, കാരണം ദേവന്മാരുടെ മാതാവാണ് അതിഥി, അസുരന്മാരുടെ മാതാവാണ് ദിതി. അപ്പോൾ ദിതിയുടെ മക്കൾ അസുരന്മാരായതുകൊണ്ട് അവരെ ദൈത്യന്മാരെന്ന് വിളിക്കുന്നു. അതുപോലെ ദേവന്മാരുടെ എല്ലാം മാതാവാണ് അതിഥി. അപ്പോൾ അതിൽ ദേവേന്ദ്രൻ്റെ അമ്മയും കൂടിയാണല്ലോ. അപ്പോൾ ആ ദേവേന്ദ്രൻ്റെ അനുജനായിട്ടാണ് സാക്ഷാൽ മഹാവിഷ്ണു വടുരൂപത്തിൽ, വാമന രൂപത്തിൽ വന്ന് മഹാബലിയോട് 3 അടി മണ്ണ് ചോദിച്ച് ആ മഹാബലിയുടെ ഗർവമടക്കിയത്. മഹാബലിയുടെ ഗർവമടക്കുകയോ ചെയ്തേ. മഹാബലിക്കൊരു ഭാവം ഉണ്ടായിരുന്നു, ഞാനാണ് ലോകത്തെ ഏറ്റവും വലിയ ദാനശീലൻ, എന്നെ കഴിച്ച് വേറെ ഒരാളില്ല എന്ന്. ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകണമെങ്കിൽ വാമന പുരാണത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ മഹാബലി സാക്ഷാൽ നാരായണന അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ വളരെയേറെ പുച്ഛിച്ചിട്ട് പരിഹസിക്കുന്ന ഒരു ഭാഗമുണ്ട് വാമന പുരാണത്തിൽ. ഭാഗവതത്തിലും ചെറിയ വിധത്തിൽ അത് അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിന് ഞാനാണ് കേമൻ എന്നുള്ളത്, അയാൾ ബാക്കി എല്ലാ കാര്യവും ഓക്കെ, പക്ഷേ ഞാനെന്ന ഭാവം നമുക്ക് എപ്പോഴാണ് ഉണ്ടാകുന്നത്, അതുണ്ടായിക്കഴിഞ്ഞാൽ അവനൊന്നും അല്ലാത്തവനായി തീരും. അതാണ് ഇവിടെ മഹാബലിക്ക് സംഭവിച്ചത്. മഹാബലിക്ക് ഞാൻ എന്ന ചിന്ത, ഞാനാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠൻ, ഞാനാണ് ഏറ്റവും വലിയ ദാനശീലൻ, ഇങ്ങനെയുള്ള ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ വിഷം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശമിപ്പിക്കാനാണ് സാക്ഷാൽ നാരായണൻ വടുരൂപത്തിൽ വന്നത്. അങ്ങനെ 3 അടി മണ്ണ് ചോദിച്ചത് പോലും കൊടുക്കാൻ പറ്റാതെ നാണം കെട്ട് അവസാനം അദ്ദേഹത്തിന് തൻ്റെ തെറ്റുകൾ ബോധ്യപ്പെട്ടു. ഞാൻ ചെയ്തത് മഹാ അപരാധമാണ്, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ അഹങ്കരിച്ചത്, സാക്ഷാൽ നാരായണൻ്റെ കാലിനടിയിൽ പറ്റുന്നൊരു പൊടി പോലും ആകാനുള്ള കരുത്ത് എനിക്കില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ ഈ മഹാബലി സാക്ഷാൽ നാരായണനെ വളരെയേറെ സ്തുതിച്ചു എന്നാണ് പറയുന്നത്. ആ മഹാബലിയുടെ സ്തുതിയിൽ സംപ്രീതനായിട്ടുള്ള ഈ നാരായണൻ പിന്നീടുള്ള കാലം മഹാബലിക്ക് കാവൽക്കാരനായി നിന്നു എന്ന് പറയാം. കാരണം ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് എന്ത് പ്രവൃത്തിയും ചെയ്യാൻ ഭഗവാൻ തയ്യാറാകുമെന്നുള്ളതിന് ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് മഹാബലിയുടെ ചരിത്രം. അതുകൊണ്ട് ഈ മഹാബലിക്ക് സ്വർഗത്തെക്കാൾ സുന്ദരമായിട്ടുള്ള സുധലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മഹാബലിക്ക് രാജ്യഭരണം ഏൽപ്പിച്ചു കൊടുത്തു, ആ രാജ്യത്തിൻ്റെ മൊത്തം. എന്നിട്ടോ അതിൻ്റെ കാവൽക്കാരനായിട്ട് സാക്ഷാൽ നാരായണനെ നിർത്തി. നാരായണൻ ഇന്നും മഹാബലിക്ക് കാവലായിട്ട് അവിടെ നിൽക്കുന്നു എന്നർത്ഥം. അപ്പോൾ അത്രയേറെ ഭക്തപ്രിയനാണ് നാരായണൻ. അപ്പോൾ നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും വളരെ ഭക്തിയോടുകൂടി സാക്ഷാൽ മഹാബലി സ്തുതിച്ചതുപോലെ നമ്മളും അങ്ങോട്ട് സ്തുതിക്കാം. ഭഗവാൻ നമ്മൾക്കും കാവലായിട്ട് നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവനാണ് ഈ രാഘവൻ. അതേ രാഘവൻ തന്നെയാണ് വടു അവതാരത്തിന് ശേഷം പരശുരാമനായിട്ട് ഇവിടെ വന്നത്. പരശുരാമനായിട്ട് വന്നത് എന്താ? ഇവിടെയുള്ള ദുഷ്ടതയെ ഇല്ലാതാക്കാൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും നമ്മുടെ ആദിനാരായണൻ സാക്ഷാൽ ശ്രീരാമനായിട്ട് അവതാരമെടുത്തിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ആ നാരായണൻ ഇവിടെ രാഘവനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ രാഘവൻ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ ഈ ഭൂമിയിലുള്ള രാത്രീഞ്ചരന്മാരെ എന്ന് വെച്ചാൽ രാത്രിയിൽ ഇരുട്ട്, കാരണം വെച്ചാൽ ശരീരവും മനസ്സും ഇരുട്ടായിട്ടുള്ള ആൾക്കാർ, അവർക്കൊരിക്കലും നല്ല ചിന്തകൾ ഉണ്ടാകില്ല. അതാണ് രാത്രീഞ്ചരൻ പറഞ്ഞാൽ രാത്രി സഞ്ചരിക്കുന്ന ആൾക്കാരെന്നാണ്. രാത്രി സഞ്ചരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ എപ്പോഴും അന്ധകാരത്തിലൂടെ പോകുന്ന ആൾക്കാർ. നല്ലത് പറഞ്ഞ് അവർക്ക് മനസ്സിലാകില്ല, ശ്രേഷ്ഠത അവർക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഇരുട്ടായ അന്ധകാരത്തിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർ, മനസ്സ് മുഴുവൻ ഇരുട്ട് പിടിച്ച് ഭ്രാന്ത് പിടിച്ച് സാധാരണക്കാർക്ക് ദോഷം ചെയ്യുന്ന ഇത്തരമുള്ള ആൾക്കാരെ ഇല്ലാതെയാക്കിയിട്ട് ഇവിടെ ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തവണ രാഘവൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ രാഘവൻ ഇപ്പോൾ സാധാരണ മനുഷ്യനല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അദ്ദേഹം സാക്ഷാൽ ആദ്യ നാരായണനാണ്. എന്നിട്ട് വാമദേവൻ ഒന്നുകൂടി പറയുകയാണ്, നിങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നത് എന്താണ്? ഈ രാമൻ വനത്തിന് പോകാൻ കാരണക്കാർ ദശരഥനാണെന്ന് ചിന്തിക്കുന്നു. കുറേ ആൾക്കാർ കൈകേയിയാണെന്ന് ചിന്തിക്കുന്നു, മറ്റു ചിലർ മന്ദരയാണെന്ന് ചിന്തിക്കുന്നു. ഇതൊന്നുമല്ല. ഈ രാമായണം വായിക്കുന്ന ആൾക്കാർക്കും അങ്ങനെ ഒരു ചിന്ത, കൈകേയി അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ രാമൻ വനത്തിന് പോകേണ്ടി വന്നത്, മന്ദരയല്ലേ ഇതിന് കാരണം, ദശരഥൻ്റെ ആ ഒരു പെൺകോന്തനായതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിക്കും. എന്നാൽ വാമദേവൻ പറയുന്നത് അങ്ങനെയൊന്നും അല്ല. അവരെയൊക്കെ അവിടെ നിമിത്തങ്ങളാക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
അവരുടെ മുൻ ജന്മത്തിലെ കർമ്മം അതിന് സാധൂകരിച്ചു എന്ന് മാത്രം. മുൻ ജന്മത്തിലെ കർമ്മം കൊണ്ട് അവരതിന് ഭാഗവാക്കായി. അവരൊക്കെ ചെയ്തത് അങ്ങനെയുള്ള പ്രവൃത്തിയായിരുന്നു. അപ്പോൾ ആ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇത്തരത്തിലൊരു ജന്മമെടുത്തു എന്ന് മാത്രം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഭഗവാന്റെ ലീലകളാണ്. ഇവരെ സാക്ഷിയാക്കിക്കൊണ്ട് ഭഗവാൻ ഈ ഒരു കാര്യം ഭഗവാൻ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെ പോകണമെന്നുള്ളത്. അത് ഈ രാവണനെ നിഗ്രഹിച്ചിട്ട് ദേവകൾക്കും ജനങ്ങൾക്കുമെല്ലാം നല്ലതുണ്ടാക്കി കൊടുക്കണമെന്നുള്ള ചിന്തയോട് കൂടിയാണ് രാഘവൻ ഇങ്ങനെ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ രാജാവിനോടും കൈകേയിയോടും എല്ലാവരോടും മന്ത്രിയോടൊക്കെ ഒരു വെറുപ്പുണ്ടല്ലോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ ഭഗവാൻ തന്നെ നാരായണൻ തന്നെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. ആ ഒരു കാര്യം ഭംഗിയായി നടക്കണമെന്നുണ്ടെങ്കിൽ സാക്ഷാൽ നാരായണന് കൃത്യമായി അറിയാം, ജനകജ മുന്നിലുണ്ടാകണം. സീതയെ കാരണഭൂതിയാക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇന്നലെ നാരദൻ സാക്ഷാൽ ശ്രീ രാഘവനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ജ്ഞാനദൃഷ്ടികളായ ഋഷിമാർക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെയാണ് വസിഷ്ഠനും അതുപോലെ വാമദേവനും ഇവർക്കൊക്കെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞത്. നാരദൻ വന്നത് എന്തിനാണ്, എന്തൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ ഇവർക്കറിയാം. അപ്പം നാരദൻ വന്നിട്ട് ഈ കാര്യം ഉണർത്തിച്ചിട്ടുണ്ടായിരുന്നു. രാവണൻ്റെ ആ ക്രൂരത വർദ്ധിച്ച് വരികയാണ്. അപ്പോൾ ഈ ക്രൂരത വർദ്ധിച്ചു വരുന്ന അവസരത്തിൽ അതിനെ ഇല്ലായ്മ ചെയ്യണം. അതിനു വേണ്ടി എന്ത് വേണം, പോകണമെന്ന്, വനത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ രാവണവധത്തിന് തയ്യാറാകണമെന്ന് നാരദൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീരാമചന്ദ്രൻ നാരദനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമചന്ദ്രൻ പോകുന്നത്. നിങ്ങൾ ആരും തന്നെ അതുകൊണ്ട് വിഷമിക്കേണ്ടതില്ല എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇവിടെ രാഘവനെക്കുറിച്ച് ആര് പറഞ്ഞു തരുന്നു? വാമദേവൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ അവസരത്തിലാണ് ജനങ്ങൾ രാഘവൻ ആരാണെന്ന് മനസ്സിലാകുന്നത്. എന്ന് ഈ ഭാഗം മുഴുവൻ വായിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇതൊന്നുമല്ല. രാഘവൻ പന്നിയായി ജനിച്ചു, മത്സ്യമായി ജനിച്ചു, ഹയഗ്രീവനായി ജനിച്ചു, അതുപോലെ തന്നെ പരശുരാമനായിട്ടും വാമനാവതാരായിട്ടും ഒക്കെ ജനിച്ചു. അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മൾ ചിന്തിക്കേണ്ടത് ശ്രേഷ്ഠമായ മറ്റൊരു കാര്യമാണ്. നമ്മൾ ആരാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇവിടെ ഈ പറയുന്ന രാഘവൻ തന്നെ അല്ലെങ്കിൽ ആദിനാരായണൻ തന്നെയാണ് നമ്മളും എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളെല്ലാവരും ആ ആദിനാരായണൻ്റെ അവതാരമാണ്. ഇവിടെ കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞില്ലേ. പ്രഹ്ലാദനെ പരിപാലിക്കാൻ വന്നു, പാലാഴി മദന സമയത്ത് ഇങ്ങനെ വന്നു, മഹാബലിയുടെ ഗർവ് നശിപ്പിക്കാൻ വന്നു. നമ്മളും ആ ഭഗവാന്റെ അവതാരം തന്നെയാണ്. നമ്മുടെ ഉള്ളിലുള്ളതും ആ ഭഗവത് ചൈതന്യം തന്നെയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ആ ചൈതന്യം ഉണ്ടല്ലോ, ആ ചൈതന്യത്തിൻ്റെ ഒരു അംശം നമ്മളിൽ വന്നുകൊണ്ടാണ് നമുക്ക് ആ ജീവൻ എന്നൊക്കെ പറയുന്നില്ലേ, ആ ശരീരത്തിൽ കയറിയതിന് ശേഷം മാത്രം ഈ ആത്മാവ് അങ്ങോട്ട് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നിശ്ചലമായി. ഈ ആത്മാവ് എന്ന് പറയുന്നതാണ് സാക്ഷാൽ നാരായണൻ. അത് കൃത്യം മനസ്സിലാക്കണം. ഇതുവരെ പഠിച്ചതൊക്കെ മാറ്റിവെക്കുക. ഈ ശരീരത്തിലുള്ള ആ ആത്മാവ് എന്ന് പറയുന്നത് നാരായണ. ഈ നാരായണ അംശം നമ്മളിൽ ഉള്ളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും കരയുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നാരായണൻ്റെ അംശം നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ നമ്മൾ ആരായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്? നാരായണൻ തന്നെയായിട്ട്. നാരായണൻ്റെ അവതാര ഉദ്ദേശം എന്താണ്? ഇവിടെയുള്ള രാത്രിഞ്ചരന്മാരെയൊക്കെ ഇല്ലാതെയാക്കുക എന്ന് വെച്ചാൽ രാവണന്മാരെ പോലെ കൊന്നുകളയണമെന്നല്ല. രാത്രിഞ്ചരന്മാരെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അന്ധകാരം പിടിച്ച് നടക്കുന്ന ആൾക്കാരുടെ ഉള്ളിൽ വെളിച്ചം കൊണ്ടുവരിക. അത് നാരായണൻ്റെ ചിന്തയാണ്. അന്ധകാരം പിടിച്ച് നടക്കുന്ന ആൾക്കാരുടെ അറിവ് പകർന്നു കൊടുക്കുക. നമ്മുടെ മക്കളാവാം, നമ്മുടെ അയൽവാസികളാവാം, മറ്റുള്ളവരാവാം. അവരെ എങ്ങനെ അന്ധകാരം കൊണ്ട് മാറ്റണം? സ്നേഹത്തോടെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ചിട്ട്. അവരുടെ മനസ്സിൽ ദേഷ്യമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള വികാരങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ സ്നേഹത്തോടു കൂടിയിട്ട് ഇല്ലാതെയാക്കണം. ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തി സമൂഹത്തിൽ എപ്പോഴും ദ്രോഹം ചെയ്യുന്നതാണ്. ഒരാൾക്ക് 10 രൂപ കൊടുക്കാത്ത ഒരാളാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി എല്ലാവരോടും കുറ്റം പറഞ്ഞ് നടക്കുന്ന ആളാണ്. എല്ലാവർക്കും ഏതെങ്കിലും തരത്തിൽ പാര വെക്കാനുണ്ടോ അതൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി ഒരു ആക്സിഡൻറ്റ് പെട്ടു എന്നിരിക്കട്ടെ, ആരും തിരിഞ്ഞു നോക്കില്ല. കാരണം എല്ലാവർക്കും ഇദ്ദേഹം ദ്രോഹം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ വ്യക്തിക്കുള്ളിലുള്ളതും സാക്ഷാൽ നാരായണൻ്റെ അംശമാണെന്ന് തോന്നി ആ വ്യക്തിയെ സംരക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ ആ വ്യക്തിയെ സേവിക്കേണ്ടത് എൻ്റെ കടമയാണ് എന്ന് ചിന്തിച്ചും കൊണ്ട് അദ്ദേഹത്തിനെ വാരിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിന് വേണ്ടി എല്ലാ പരിചരണവും കൊടുക്കുന്നു. ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ അന്ധകാരം ഇല്ലാതെയാകുന്നു. കാരണം ഞാൻ ഇവരെയാണല്ലോ ഇത്രയും കാലം കുറ്റം പറഞ്ഞത്, ഇവർക്കെതിരെയാണല്ലോ ഇത്രയേറെ ദോഷം ചെയ്തത് എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹത്തിൻ്റെ ആ അന്ധകാരം മാറി അദ്ദേഹം ശ്രേഷ്ഠനായ ഒരു മനുഷ്യനായി തീരാൻ നമ്മുടെ ആ പ്രവൃത്തി ഉപകരിക്കും. അതൊരു ഉദാഹരണം മാത്രം.
എന്ന് വെച്ചാൽ ഇങ്ങോട്ട് ദ്രോഹിക്കുന്ന ആൾക്കാരെയും അങ്ങോട്ട് സ്നേഹിച്ചും കൊണ്ട് നമ്മൾ പ്രതികരിക്കണം. കാരണം എൻ്റെ ഉള്ളിലുള്ളത് നാരായണൻ്റെ അംശമാണ്, അവരുടെ ഉള്ളിലുള്ളതും നാരായണൻ്റെ അംശമാണ്, ഇവിടെയുള്ള സർവ്വചരാചരങ്ങൾക്കുള്ളിലുള്ളതും നാരായണൻ്റെ അംശമാണ്. നമ്മളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് ഓരോ അവതാരം, ഓരോ കർമ്മം പൂർത്തിയാക്കാനാണ്. നമ്മുടെ കർമ്മം എന്താണ്, നമ്മുടെ കർമ്മം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനനുസരിച്ച് അത് പൂർത്തീകരിക്കാൻ തയ്യാറാവണം. ഓരോ ആൾക്കാർക്കും ഓരോ കർമ്മങ്ങളുണ്ട് ഇവിടെ ഈ ഭൂമിയിൽ. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നവരോ, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു, കുന്നുകൾ ഇടിച്ച് തകർക്കുന്നു, കോറികളാക്കുന്നു, പുഴകൾ മലീമസമാക്കി അതിനെ ഇല്ലാതെയാക്കുന്നു, ആ വായുവിനെ മലീമസമാക്കുന്നു. നമ്മൾ ചെയ്യുന്നത് പ്രകൃതിക്ക് ദുരിതമാണ്. നമ്മൾ അറിയുന്നില്ല നമ്മൾ ഈശ്വരാംശമുള്ളവരാണ്, നമ്മൾ സാക്ഷാൽ നാരായണൻ്റെ അംശമാണ് നമ്മളുള്ളത്. അപ്പോൾ പ്രകൃതിക്ക് ദോഷം ചെയ്യരുത്, സമൂഹത്തിന് ദോഷം ചെയ്യരുത്. ആ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ അവതാര ഉദ്ദേശമായിരിക്കാം. പ്രകൃതിയെ മാത്രമല്ല, മറ്റു പലതും നമ്മൾക്ക് ഇവിടെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ അവതാര ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇവിടെ ശ്രീരാമനെ ആ ലക്ഷ്യം മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി മനുഷ്യനായി അവതരിക്കുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവില്ല പലതും. അപ്പോൾ ശ്രീരാമൻ ആ ഓർമ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാക്ഷാൽ നാരദൻ ഒരു ഗുരു അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്ന് പറയുകയാണ്, ഇതാണ് അങ്ങയുടെ അവതാര ഉദ്ദേശം. ഇതുപോലെ നമ്മളുടെ ഗുരുക്കന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ബഹുമാനിക്കുക, അതായത് നമ്മളെ സ്നേഹിക്കുന്ന പല ആൾക്കാരും നമുക്ക് ഉപദേശ രൂപേണ പറ്റുന്ന, മക്കളെ നിങ്ങൾ അങ്ങനെ പോകരുത്, നിങ്ങൾ ഇങ്ങനെ പോകൂ. എന്താണെന്നറിയോ, നാരദൻ രാമനോട് പറഞ്ഞതുപോലെയുള്ള ഉപദേശങ്ങളാണ്. അത് ശിരസ്സാ വഹിച്ചും കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഇത് രാമായണം വെറുതെ വായിച്ചു പോകേണ്ടതില്ല. അങ്ങനെ നമ്മൾ വായിച്ചു പോകുമ്പോഴാണ് നമ്മുടെ അവതാര ഉദ്ദേശം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുക. അപ്പോൾ ഒരുപാട് കർമ്മങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാനുണ്ട്. അതിനിടയിൽ വെറുതെ വെള്ളവും കുടിച്ച് ഭക്ഷണവും കഴിച്ച് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ച് ദൂർത്തടിച്ചിട്ട് നമ്മുടെ ജീവിതം പാഴാക്കി കളയല്ല വേണ്ടത്. അങ്ങനെ പാഴാക്കുന്ന ആൾക്കാരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്കാണ് അന്ധകാരം നിറഞ്ഞു കിടക്കുന്നത്. അന്ധകാരം നിറഞ്ഞു കിടക്കുന്ന അവസരത്തിൽ അവരുടെ ലോകം അത് തന്നെയാണ്, ഞാൻ ചെയ്യുന്നതാണ് ശരി, അപ്പോൾ എൻ്റെ ലോകം ഇതാണ്, ഈ സുഖങ്ങളിൽ അനുഭവിക്കാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് എന്ന ചിന്തയോടുകൂടി ജീവിക്കുന്ന ആൾക്കാരാണ് രാത്രിഞ്ചരന്മാരെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അസുരന്മാർ എന്നുള്ളത്. ജന്മം ഈ രൂപം കൊണ്ടല്ല, സ്വഭാവം കൊണ്ടാണ് അസുരനും ദേവനും ആകേണ്ടത്. അപ്പോൾ ഈ കലികാലത്തിൽ നമ്മൾ എല്ലാവരും ആ ആദി നാരായണനായ രാഘവൻ്റെ തന്നെ അംശമാണ് നമ്മുടെ ഉള്ളിലുള്ളതെന്ന് മനസ്സിലാക്കി നമ്മുടെ അവതാര ഉദ്ദേശങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് വാമദേവൻ പറയുന്നതായിട്ട് വേണം നമ്മൾ ഈ ഭാഗം എടുക്കാൻ വേണ്ടിയിട്ട്. വാമദേവൻ ഇവിടുത്തെ പൗരജനങ്ങൾക്ക് കൊടുക്കുന്ന ഉപദേശം അത് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് കൂടി നമ്മൾ ചിന്തിക്കുക. നമ്മളിലാണ് രാഘവനുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് എന്താ പറയുന്നറിയോ, എന്നതു മൂലം ഗമിക്കുന്നു രാഘവൻ, ഇന്നു വിഷാദം കളവിനെല്ലാവരും, രാമനെ ചിന്തിച്ചു ദുഃഖിക്കൈകാരുമേ, രാമരാമേതി ജപിപ്പിനെല്ലാവരും. ഇവിടെ പറയുന്നത് ഈ സത്യം മനസ്സിലാക്കിയിട്ടാണ് രാഘവൻ വനയാത്രയ്ക്ക് തയ്യാറാകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എന്തിനാണ് ദുഃഖിക്കുന്നത്? നിങ്ങളൊക്കെ ഇപ്പോൾ സത്യം മനസ്സിലാക്കിയല്ലോ, നമ്മുടെ അവതാര ഉദ്ദേശം എന്താണ്, നമ്മൾ ആരാണ്, നമ്മൾ രാഘവൻ തന്നെയാണ് മനസ്സിലാക്കിയല്ലോ. അപ്പോൾ നമുക്ക് ഒരു ലക്ഷ്യം കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സമൂഹത്തിന് സേവനം ചെയ്യണം, നന്മ ചെയ്യണം. സമൂഹത്തിലുള്ള എല്ലാ സർവ്വചരാചരങ്ങളെയും ഈശ്വരനാണെന്ന് കണ്ട് അവരെ സേവിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം ചെയ്തതൊക്കെ നമ്മൾക്ക് മാറ്റിവെച്ച് പുതിയൊരു മനുഷ്യനായി തീരും. ഈ അവസരത്തിൽ ഇതിനെക്കുറിച്ച് അറിയാത്ത ചില ആൾക്കാർ പറയും, ഇയാൾക്ക് ഭ്രാന്താണ്, വേറൊന്നും കണ്ടില്ല, അയാൾ ഇതാ മുഴുവൻ ഇപ്പം ആ വൃത്തികെട്ടവന്മാരെ സഹായിക്കാനും അവരുടെ പുണ്ണുകൾ മരുന്ന് വെച്ച് കൊടുക്കാനും അല്ലെങ്കിൽ അവരെ വാരിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും പട്ടിണി പാവങ്ങൾക്കിടയിൽ പോയിട്ട് പട്ടിണി മാറ്റാനൊക്കെയാണ് അവൻ ശ്രമിക്കുന്നത്. അയാൾക്ക് മാനസിക രോഗമാണെന്ന് ചില ആൾക്കാർ പറയും, ഇവിടുത്തെ പൗരജനങ്ങൾ പറയുന്നത് പോലെ. പക്ഷേ നമ്മുടെ ഉള്ളിൽ ആ കൃത്യമായിട്ട് നമ്മൾ രാമനാണ്, രാഘവനാണ്, നാരായണനാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി നമ്മളങ്ങനെ പ്രവർത്തിക്കുന്ന അവസരത്തിൽ നമുക്കൊരിക്കലും ദുഃഖമുണ്ടാകില്ല. മറ്റുള്ളവർ ദുഃഖിക്കും, നമ്മളെ കണ്ടിട്ട് പരിഹസിക്കും. അപ്പോൾ നമ്മൾ എന്ത് വേണം, ഏതൊരു അവസരത്തിലും എന്താണ്, രാമനെ ചിന്തിച്ചു ദുഃഖിക്കൈകാരുമേ, രാമരാമേതി ജപിപ്പിനെല്ലാവരും. ഇവിടെ രാമനെക്കുറിച്ച് ദുഃഖിക്കാതെ രാമരാമാന്ന് ജപിക്കാൻ ആണ് ഇവിടെ പറയുന്നത്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളോട് പറയുന്നത് എന്താണെന്നറിയോ, ഈ ശ്രീരാമൻ ഈ കഥകൾ ഓർത്തിട്ടല്ല നമ്മൾ നിൽക്കേണ്ടത്, മറിച്ച് ആ രാമൻ്റെ മഹത്വം മനസ്സിലാക്കി അത് നമ്മൾ നിത്യവും ജപിക്കണം. എന്താണ്, ഞാനും രാമനാണ്, എൻ്റെ ഉള്ളിലുള്ളത് രാമനാണ്, എൻ്റെ ഉള്ളിലുള്ളത് ആദി നാരായണനാണ്,
എന്ന് ചിന്തിച്ചും കൊണ്ട് രാവിലെ ഉറക്കമുണർന്നു കഴിഞ്ഞാൽ നമ്മൾ കിടക്കപ്പായിൽ ഒരു 10 മിനിറ്റ് ഇരിക്കുക, അല്ലെങ്കിൽ 5 മിനിറ്റ് ഇരിക്കുക, എന്നിട്ട് ചിന്തിക്കുക എൻ്റെ ഉള്ളിലുള്ളത് രാഘവനാണ്, രാമനാണ്, സാക്ഷാൽ ആദി നാരായണനാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കർമ്മങ്ങൾ എങ്ങനെയായിരിക്കണം എന്നൊരു ചിന്ത നമ്മൾ ആദ്യം ഉണ്ടാവണം. എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ ഒരാൾക്ക് ഒരു ദുഃഖമോ വിഷമമോ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ ആദ്യം ഉറപ്പിക്കണം. എന്നതിന് ശേഷം വേണം നമ്മൾ കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങാൻ. അതുപോലെ രാത്രി കിടക്കുന്ന അവസരത്തിൽ ഭഗവാനെ ഞാൻ ഇന്ന് ഏതെങ്കിലും തരത്തിൽ രാവണനാണോ ആയത്, രാമനാണോ ആയത്, എത്ര തവണ ഞാൻ രാമനായിട്ടുണ്ട്, എത്ര തവണ ഞാൻ രാവണനായിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് പിറ്റേ ദിവസത്തേക്ക് ഇതാണ് നമ്മൾ രാമേതി ജപിപ്പിനെല്ലാവരും എന്ന് പറഞ്ഞല്ലോ. എപ്പോഴും നമ്മൾ രാമൻ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. ഒരു കർമ്മം ചെയ്യുമ്പോൾ ഞാൻ രാമനാണ്, ഒരു പ്രവൃത്തി എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ രാമനാണെന്ന് ചിന്ത നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യില്ല. നമ്മുടെ ഉള്ളിൽ മുമ്പിലുള്ളതും രാമനാണെന്നൊരു ചിന്തയുണ്ടെങ്കിൽ നമുക്ക് അവരോട് പൗരുഷമായി പെരുമാറാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എന്ത് വേണം? രാമേതി ജപിപ്പിനെല്ലാവരും നിത്യവും രാമേതി ജപിക്കുന്ന മർത്യനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ല, അതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതു നിർണയം. മനസ്സിലായാലോ? ഇപ്പം ഇങ്ങനെ നിത്യവും നമ്മൾ രാമേതി ജപിക്കുന്ന, രാമാന്ന് ജപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ പകർത്തിയിട്ട് നടക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്ത് ഏത് പ്രവൃത്തി ചെയ്യുന്ന അവസരത്തിലും നമ്മൾ രാമനാണ് എന്നുള്ള ചിന്ത, നമ്മുടെ മുന്നിലുള്ളതും രാമൻ തന്നെയാണ് എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരിക്കലും മരണഭയം ഉണ്ടാകില്ല. കാരണം രാമന് മരണമില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആ ആത്മാവിന് മരണമില്ല. ഈ ശരീരത്തിൽ നിന്നും ആ ആത്മാവ് വെളിയിലേക്ക് പോകുമ്പോൾ ശരീരം മാത്രമാണ് നശിക്കുന്നത്, ആത്മാവ് നശിക്കുന്നില്ല. ഈ ആത്മാവ് എന്ത് ചെയ്യും? മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കും. അപ്പൊ രാമന് മരണമുണ്ടോ? അപ്പൊ നിത്യേന രാമേതി ജപിക്കുന്ന മർത്യന് മൃത്യുഭയാദികളൊന്നുമില്ല. കാരണം എന്താ? ഞാൻ മരിക്കുന്നേയില്ല, പിന്നെന്തിനാ ഞാൻ ഭയപ്പെടേണ്ടത്? എൻ്റെ ഈ ആത്മാവ് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിച്ച് അവിടെയും ഇതേപോലുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കണം. അതിനു വേണ്ടിയുള്ളതാണ് പ്രാർത്ഥന. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ശ്രേഷ്ഠമായ സിദ്ധിയാണ് ലഭിക്കുന്നത്. കാരണം എന്താ? അവൻ സാക്ഷാൽ നരനിൽ നിന്നും നാരായണനായിത്തീരുന്നു. നാരിയായിട്ടുള്ളവൾ സാക്ഷാൽ നാരായണിയായിത്തീരുന്നു. എന്തുകൊണ്ട്? അവളിൽ ആ രാമനുണ്ട് എന്നുള്ള ചിന്ത, ആ ലക്ഷ്മിയുണ്ട് എന്നുള്ള ചിന്ത, ആദി നാരായണനാണ് എന്നുള്ള ചിന്ത, ആദി നാരായണിയാണെന്നുള്ള ചിന്ത അവരെ ശ്രേഷ്ഠമായ തലത്തിലേക്ക് എത്തിക്കും. അങ്ങനെ ആവാൻ കഴിയണം രാമായണം വായിക്കുന്നവർക്ക്. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിട്ട് എന്താ പറയുന്നറിയോ? ദുഃഖ സൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണാനാത്മാരഘുത്തമൻ ന്യൂനാതിരേകവിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണൻ അനന്തനാനാകുലൻ. ഇങ്ങനെയുള്ള നമ്മൾക്ക്, അല്ലെങ്കിൽ ശ്രീരാമനെ കുറിച്ച് ഇവിടെ പറയുന്നത് നമ്മളാണ് ശ്രീരാമൻ എന്ന ചിന്ത വേണം. ആ ആൾക്ക് ഒരിക്കലും ഒരു ദുഃഖവും ഉണ്ടാകില്ല, സുഖവും തോന്നില്ല. സുഖദുഃഖങ്ങൾ അവരെ ബാധിക്കയില്ല. കാരണം എന്താ? അവരവരുടെ കർമ്മമാണ് ചെയ്യുന്നത്. ഞാൻ രാമനാണ്, എൻ്റെ മുമ്പിലുള്ളത് രാമനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എന്താണ്? ഈശ്വരീയമായ കാര്യമാണ്. അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ഞാൻ ചെയ്യുന്ന സേവനമാണ്. ഞാൻ അവരെ സേവിക്കുകയാണ്, സഹായമല്ല, സേവ. നമ്മൾക്ക് മുന്നിലുള്ളത് ഈശ്വരനാണ്, അവരെ ഞാൻ സേവിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതും രാമനാണ്. അപ്പോൾ രാമൻ എല്ലാവരെയും സേവിക്കുന്നുണ്ട്, ഗുരുക്കളുടെ പാദങ്ങൾ നമസ്കരിക്കുന്നുണ്ട്. അതെല്ലാം വനയാത്രയിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള രാമനായി നമ്മൾ തീരുമ്പോൾ നമ്മൾക്ക് ആരോടും ഒരു ദുഃഖവും ഒരു സുഖത്തിനും പ്രാധാന്യം കൊടുക്കുന്നില്ല, ദുഃഖത്തിനും പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം ഇതൊക്കെ തന്നെ എൻ്റെ മുന്നിലുള്ള തടസ്സങ്ങളായിട്ട് വരും. അതിനൊക്കെ ഞാൻ തട്ടി മാറ്റേണ്ടതാണ്. ഈ ദുഃഖരൂപത്തിൽ നമുക്ക് വരും പലതും, പ്രശ്നരൂപത്തിൽ പലതും വരും. ഇതൊക്കെ പരീക്ഷണമാണ്. ഇതിനൊക്കെ ഞാൻ ചെവി കൊടുക്കാനോ ശ്രദ്ധ കൊടുക്കാനോ നിൽക്കാതെ അതിനൊക്കെ പുഷ്പം പോലെ ചിരിച്ചും കൊണ്ട് തള്ളിക്കൊണ്ട് അതിനെ തരണം ചെയ്യാൻ നമുക്ക് കഴിയണം. സുഖങ്ങൾ വരുമ്പോൾ അതിലേക്ക് ലയിച്ചിട്ട് അതിലേക്ക് മതിമറന്നു പോകാതെ അതിനെയും തട്ടി മാറ്റിയിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പ്രയത്നം ചെയ്യണം. അപ്പോൾ ദുഃഖ സൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളങ്കമായിട്ട് വേണം നമ്മൾ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തെന്നില്ലാത്തൊരു ആനന്ദം നമുക്ക് ഉണ്ടാവുക. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇവിടെ ശ്രീരാമചന്ദ്രൻ അങ്ങനെയാണ് എന്ന് പൗരജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ ശ്രീരാമൻ ഉള്ളത് എവിടെയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെയൊക്കെ ഉള്ളിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരം ഭക്തജനങ്ങളുടെ
അഭ്യർത്ഥന പ്രകാരമാണ് ഭക്തപ്രിയനായ ഭഗവാൻ ഭൂതലത്തിൽ പിറന്നിരിക്കുന്നത് എന്ന് ആര് പറയുന്നു? ഇവിടെ വാമദേവൻ പൗരജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇത്തരം കർമ്മങ്ങൾ, ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്യാനാണ് നമ്മളും ഇവിടെ വന്നിട്ടുള്ളത്, ഓരോ ആൾക്കാരും ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഭക്തപ്രിയനായ ഭഗവാൻ ഭൂതലത്തിൽ ജനിച്ചു, നമ്മളും ഭൂതലത്തിലാണ് ജനിച്ചിട്ടുള്ളത്. നമ്മൾക്കും ഒരുപാട് കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്, നമ്മൾ അതിനായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ ലക്ഷ്യം നമ്മൾ മനസ്സിലായി. രാമസീതാ തത്വം പറയുമ്പോൾ സ്ത്രീകൾ വിചാരിക്കാൻ ഞങ്ങളാണ് സീത, രാമനായിട്ടുള്ളത് ഓരോ പുരുഷന്മാരുമാണ്. അപ്പോൾ നിങ്ങൾ രാമനും സീതയുമാണ്. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഇനി ഒരുപാട് കർമ്മങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. ഇത്രയും കാലം നമ്മൾ എങ്ങനെയൊക്കെയോ ജീവിച്ച് പോയി, അതിനൊന്നും നമ്മളിനി നഷ്ടപ്പെട്ടത് ഓർത്തിട്ട് ഇനി ദുഃഖിച്ചിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ ഇത്രയും കാലം നമ്മുടെ ജീവിതം കളഞ്ഞുപോയി. ഇനി നമുക്ക് എത്ര കാലമാണ് ആയുസ് ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എത്ര കാലം ഉണ്ടാവുക? നോക്കി നിൽക്കെ തന്നെ ബോധം കെട്ട് വീഴുന്നു, അല്ലെങ്കിൽ ശരീരം തളർന്നു വീഴുന്നു, അറ്റാക്ക് വരുന്നു, വാഹനം ഇടിച്ച് വീഴുന്നു, ഇടി വീണിട്ട് വീഴുന്നു, മരം വീണിട്ട് വീഴുന്നു, ആക്സിഡൻറ്റ് പറ്റുന്നു, പല തരത്തിലുള്ള ആൾക്കാർ മരിച്ചു വീഴുന്നത്. എത്ര കാലം നമ്മൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് നമുക്ക് ഓരോ ഉറപ്പും നമുക്ക് ആർക്കും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ എത്ര കാലമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത്രയേ ദിവസം നമുക്കുള്ളൂ എന്ന് നമ്മൾ ഓരോ ആൾക്കാരും ഓർക്കുക. 10 ദിവസമെങ്കിൽ ആ 10 ദിവസം നമ്മൾ ഈശ്വരനായിട്ട് ജീവിക്കുക, ഈശ്വരന് സേവ ചെയ്തിട്ട് ജീവിക്കുക. ഇതാണ് ഈ ഭാഗത്തിൻ്റെ തത്വം. ഇത് നമ്മൾ കൃത്യമായി പകർത്തുക. ഇനി നാളെ മരിക്കാൻ കിടക്കുമ്പോൾ ഞാൻ ഇനി പ്രാർത്ഥിക്കാമെന്ന് വെച്ചിട്ട് കാര്യമില്ല. മരിക്കാൻ കിടക്കേണ്ടതും വരില്ല. ചിലപ്പോൾ ഒരു വണ്ടി വന്നിട്ട് ഇതായിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രളയത്തിൽ എത്രയാ ആൾക്കാർ, 200-ലേറെ ജനങ്ങൾ കിടന്ന ഉറക്കത്തിലാണ് അവരങ്ങോട്ട് പോയത്. കണ്ടല്ലോ, എന്തൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അവർ, എന്തൊക്കെ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടാവും. നാളെ ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. ബിസിനസ് സംബന്ധമായ കാര്യം സംസാരിച്ചിട്ടുണ്ടാവും, വിവാഹ സംബന്ധമായ കാര്യം സംസാരിച്ചിട്ടുണ്ടാവും, അതിനു വേണ്ടിയിട്ട് പണം സ്വരൂപിച്ചിട്ടുണ്ടാകും, പല പദ്ധതികളും തയ്യാറാക്കിയിട്ടുണ്ടാകും. എല്ലാം വൃഥാവിലായി, ഒന്നും തന്നെ സാധ്യമാകാത്ത വിധത്തിൽ. അപ്പോൾ നമ്മൾ നാളത്തേക്ക് എന്ന് വിചാരിച്ച് നിൽക്കരുത്. ഇന്ന് ഈ പാരായണത്തിൻ്റെ ഈ പ്രഭാഷണ ഭാഗം കേട്ടതിൻ്റെ ആ സമയം മുതൽ തന്നെ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരീയ ചൈതന്യത്തെ പുറത്തേക്ക് എടുക്കണം. ഇനി അത് മാത്രമാണ് നമുക്ക് ഉള്ളത്. ആ ചൈതന്യത്തിൻ്റെ ആ പ്രഭാവം എൻ്റെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കി ആ ചൈതന്യത്തെ പോലെ നമ്മൾ പെരുമാറണം. എല്ലാവരോടും സ്നേഹത്തോടെ, ആദരവോടെ, ബഹുമാനത്തോടുകൂടി അവരെ പൂജിക്കണം. മുന്നിലുള്ള പുഴുവാവട്ടെ, പൂമ്പാറ്റയാവട്ടെ, ഏത് പക്ഷി മൃഗാദികളാവട്ടെ, എല്ലാ ജനങ്ങളെയും സ്നേഹിക്കുക, സേവിക്കുക. അവരിലാണ് ഈശ്വരനുള്ളത്. എന്നിലുള്ള അതേ ചൈതന്യം ഇവരിൽ എല്ലാവരിലും ഉണ്ട്. അപ്പോൾ അവരെ സേവിക്കുവാനുള്ളൊരു അവസരമാണ് ഭഗവാൻ എനിക്ക് തന്നിട്ടുള്ളതെന്നുള്ള ചിന്തയോടുകൂടി ഇന്നു മുതൽ നമ്മളൊരു പുതിയൊരു മനുഷ്യനായി തീരാൻ കഴിയണം. അവിടെയാണ് നമ്മൾ സാക്ഷാൽ രാഘവനാകുന്നത്. അവിടെയാണ് സാക്ഷാൽ ആദിനാരായണനാകുന്നത്. ഇനി എന്താണ് ഇവിടെ പറയുന്നത്? രാമവിഷയമീ വണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചൊരനന്തരം വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായൊരു വാരാതിഥിയിൽ മുഴുകിനാരേവരും. രാമസീതാരഹസ്യം മുഹുരീദൃശ ആമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം. ഈ വാമദേവന്റെ ഈ സന്ദേശം കിട്ടിയപ്പോൾ ഗുരുവാണ്, ബ്രഹ്മത്തെ അറിഞ്ഞവനാണ് ഗുരു. ഞാൻ ആദ്യം പറഞ്ഞത് ഓർമ്മ. ആ ബ്രഹ്മത്തെ അറിഞ്ഞവർക്ക്, അതിനനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെതായ ഗുണമുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. ആ വാമദേവൻ്റെ വാക്കുകൾ കേട്ട് പൗരജനങ്ങളുടെ എല്ലാ വിഷമവും ഇല്ലാതെ. കാരണം ദശരഥനെ കുറ്റം പറഞ്ഞു, കൈകേയെ കുറ്റം പറഞ്ഞു, മന്ത്രിയെ കുറ്റം പറഞ്ഞു, അവർ അക്രമസക്തരാകുന്ന ഘട്ടം വരെ എത്തി. അതൊക്കെ ഇപ്പോൾ ശാന്തരായി. കാരണം ഇത് ഭഗവാന്റെ ഇച്ഛയാണ്. ആ ഇച്ഛക്കനുസരിച്ചാണ് അവരിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഭഗവാനെ സേവിക്കാനും കാണാനും കഴിഞ്ഞ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ് എന്ന് നമുക്ക്, അല്ലെങ്കിൽ ആ പൗരജനങ്ങൾക്ക് ഇവിടെ മനസ്സിലായി എന്നർത്ഥം. അങ്ങനെ ആ രാമദേവനിൽ ഉറച്ച ഭക്തിയോടുകൂടി ഓരോ ആൾക്കാരും ആ രാമമയമായ ആ ഇതിലേക്ക് അങ്ങ് മുഴുകി എന്നാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് പറയുന്നറിയോ, ഇങ്ങനെ നമ്മളും ഇത്തരത്തിൽ ആ അയോധ്യാവാസികൾക്ക് അവരുടെ ദുഃഖങ്ങൾ ഇല്ലാതായതുപോലെ
അവരുടെ വിഷമങ്ങൾ ഇല്ലാതായതുപോലെ, അവരുടെ പ്രയാസങ്ങൾ, പലതരത്തിലുള്ള മാനസികമായ സംഘർഷങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇല്ലാതായതുപോലെ നമ്മളും അതേപോലെ ആകണം. നമ്മളും ഈ സന്ദേശം നമ്മുടെ ഉള്ളിലുണ്ട്, ചുറ്റുമുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. ആരും എന്തും നമ്മളോട് പറഞ്ഞാലും നമുക്കൊരു പ്രയാസമായി തോന്നില്ല. ആരോടും ശത്രുതയുണ്ടാകില്ല, എല്ലാവരോടും ദേഷ്യം ഉണ്ടാവില്ല, എല്ലാവരോടും സ്നേഹം മാത്രമേ നമുക്കുണ്ടാവുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലേക്ക് നമ്മൾ ആയിത്തീരണം. ഇവിടെ വാമദേവൻ നമുക്ക് പറഞ്ഞു തരുന്നതായിട്ട്, അല്ലെങ്കിൽ ഋഷിതുലയോ എഴുത്തച്ഛൻ നമുക്കിത് പറഞ്ഞു തന്നിരിക്കുകയാണ്. എന്താണ് ഇനി നമ്മൾ എങ്ങനെയായിരിക്കണമെന്ന്. നമ്മളൊക്കെ ചെയ്യുന്നത് രാമായണം ഇങ്ങനെ വായിച്ചിട്ട് പോകും. ഞാൻ 40 കൊല്ലമായി വായിക്കുന്നു, 25 വർഷമായി വായിക്കുന്നൊക്കെ പറയും. പക്ഷെ അവർക്കൊന്നും ഒരു മാറ്റവും ഉണ്ടാകണമെന്നില്ല. മാറ്റം ഉണ്ടാകേണ്ടത് ഇത് വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥവും തത്വവും മനസ്സിലാക്കി വായിക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനിയുള്ള ഭാഗങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് ജീവിതം ധന്യമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. കർക്കിടക മാസത്തിൽ നമ്മൾ കൃത്യമായിട്ട് വായിക്കുന്ന ആൾക്കാണെങ്കിൽ 6ാമത്തെ ദിവസമാണ് ഇവിടെ പരിസമാപനം. 6ാമത്തെ ദിവസം ഇവിടെ നിർത്തുകയാണ് ചെയ്യുക. ഏതായാലും നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഈ രാമായണം നമ്മൾ കൃത്യമായിട്ട് അർത്ഥസഹിതം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ തത്വങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം, ഇത് പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകൾ ഉണ്ടാവുക, ക്ഷേത്ര ഗ്രൂപ്പ് ഉണ്ടാവുക, അവിടത്തേക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്കും സഹോദരങ്ങൾക്കെല്ലാം അയച്ചു കൊടുത്തിട്ട് അവരെയും രാമന്മാരാക്കാനും രാമമാരാക്കാനും വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഏതായാലും ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.